ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ചാനൽ തുടങ്ങിയ ശേഷം നല്ല രീതിക്ക് പണം സമ്പാദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വ്ളോഗ് തീർച്ചയായും കാണേണ്ടതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതുമാത്രം മതി നിങ്ങൾക്ക് നല്ലൊരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, എങ്ങനെയാണ് എത്ര രൂപയ്ക്കാണ് മാസം കിട്ടുന്നത്, എൻ്റെ ഈ ചെറിയ ചാനൽ എത്ര രൂപയാണ് എത്ര വർഷങ്ങൾ കൊണ്ട് സമ്പാദിച്ചത്, അതൊക്കെയാണ് ഞാൻ ഈ വ്ളോഗിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ പോകുന്നത്. സോ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് അതിൽ നിങ്ങൾക്ക് വേണ്ടത് രജിസ്റ്റർ ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ആണ്. ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ സാധിക്കും. ഡയറക്റ്റ് പോയിട്ട് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡ് ടോപ്പ് സൈഡിൽ കാണുന്ന ഡോട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തതിനു ശേഷം ചാനൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പ്രൊഫൈൽ പിക്ചറും പിന്നെ അതിൻ്റെ ചാനൽ ബാനറും ഇത് രണ്ടും നല്ല വൈബ്രൻ്റ് ആയിട്ട് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള പിക്ചേഴ്സ് വേണം അതിൽ അപ്ലോഡ് ചെയ്യാനായിട്ട്. സോ ഇതൊക്കെയാണ് ഫസ്റ്റ് വരുന്ന ക്രൈറ്റീരിയ വരുന്നത്. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ അവൈലബിൾ ആണ്. അതിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അത് പലരും പല രീതിക്കാണ് അതിൽ അറ്റാച്ച് ചെയ്യുന്നത്. സോ ഇതാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ക്രൈറ്റീരിയ വരുന്നത്. ഇനിയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. വീഡിയോസൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ഇപ്പോൾ എല്ലാ ഫോണുകളൊക്കെ നല്ല സ്മാർട്ട് ഫോണാണ്, ക്യാമറകളൊക്കെ നല്ല അടിപൊളി ക്യാമറകളാണ് ഇപ്പോൾ വരുന്നത്. അത് ഉദ്ദേശിച്ചിട്ട് വേണം നിങ്ങൾ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇത് 5 വർഷം OnePlus 7T യൂസ് ചെയ്തു. അതിനുശേഷം അത് കൊടുത്തതിന് ശേഷം സാംസങ് S24 അപ്ഗ്രേഡ് ചെയ്തത്. ഇത് ഞാൻ യൂസ് ചെയ്ത ഗാഡ്ജറ്റ് ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടുപിടിക്കുന്നത് സാംസങ് S24 അൾട്രയും, മൈക്ക് യൂസ് ചെയ്യുന്നത് ആമസോണിൽ തന്നെ അവൈലബിൾ ആണ്. ഗ്രനേറോ ബ്രാൻഡിൻ്റെ J11 യൂണിവേഴ്സൽ മൈക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ മൈക്ക് വേണ്ടത് അനിവാര്യമാണ്. സോ ഈ മൈക്ക് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ആമസോണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ റേറ്റ് കോസ്റ്റ് വരുന്നത് 1800 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നല്ലൊരു സ്മാർട്ട് ഫോൺ, നല്ല ക്യാമറ ഫോൺ മസ്റ്റായിട്ട് വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് 4K 60 FPS എടുക്കുക. അതിനുശേഷം ഇനി എഡിറ്റ് ചെയ്യേണ്ട പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഞാൻ ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. നേരത്തെ കൈൻമാസ്റ്ററൊക്കെയാണ് യൂസ് ചെയ്തത്. സോ അതിന് വാട്ടർമാർക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കോപ്പിറൈറ്റ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇൻ കേസ് ഓഫ് ഫ്യൂച്ചറിൽ ഏൺ ചെയ്യുന്ന മണിയൊക്കെ കൈൻമാസ്റ്റർ കമ്പനി കൊണ്ടുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇൻഷോട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വിത്തൗട്ട് വാട്ടർമാർക്കോട് കൂടി തന്നെ നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. സോ മെസ്സായിട്ട് ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. പിന്നെ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് തമ്പനിൽ വളരെ പ്രത്യേകമായിട്ടുള്ളൊരു ഘടകമാണ്. അത് ചെയ്യാനായിട്ട് പിക്സൽ ലാബ് എന്ന ആപ്ലിക്കേഷൻ, അത് വളരെ നല്ലൊരു ഈസി ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പിക്സൽ ലാബ് എന്ന ആപ്ലിക്കേഷനുണ്ട്, ക്യാൻവ എന്ന ആപ്ലിക്കേഷനുണ്ട്. തമ്പനിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ പെട്ടെന്ന് വന്നിട്ട് വീഡിയോ ക്ലിക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ. പിന്നെ ഇൻഷോട്ടിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ടും 4K 60 FPS മാത്രം തന്നെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് തന്നെ നല്ലൊരു അടിപൊളി വീഡിയോ കിട്ടുന്നതാണ്. സോ വീഡിയോസ് എടുത്തു എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്ലോഡ് ചെയ്യേണ്ട പ്രോസസ്സാണ്. അപ്ലോഡ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം അപ്ലോഡ് വീഡിയോ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ഓരോ സെക്ഷനിൽ കാണാൻ സാധിക്കും. അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ടൈറ്റിൽ കറക്റ്റായിട്ട് കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ വേറെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മെയ്ഡ് ഫോർ കിഡ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ താഴെ അതിൻ്റെ കീവേഡ്സും കൊടുക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഘടകങ്ങൾ, വീഡിയോസ് മറ്റുള്ള അടുത്തേക്ക് എത്താനായിട്ട്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, മാസം എത്ര രൂപയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത്, എത്ര രൂപയാണ് എൻ്റെ ചാനലിൽ വരുമാനം വരുന്നത്. ഇതൊക്കെയാണ് എല്ലാവർക്കും കേൾക്കാനുള്ള ആഗ്രഹം. ഞാനിപ്പോൾ 78K സബ്സ്ക്രൈബായിട്ട് സ്ലോലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്ര വരെ മൈൽ സ്റ്റോൺ എത്തിയത് ഒരു 4 വർഷം എടുത്തു. 4 വർഷം കൊണ്ടാണ് ഇത്രയും സ്കെയിലിൽ എത്താൻ വേണ്ടി സാധിച്ചത്. അത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും സ്കെയിലിൽ എത്തിയത്. പിന്നെ മാസം എത്ര രൂപ മാസമല്ല അത് കിട്ടുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ $100 ആയതിനു ശേഷം ആഡ്സെൻസ് എന്ന് പറയുന്ന അക്കൗണ്ട് ഉണ്ട്. ആഡ്സെൻസ് അക്കൗണ്ടിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം അവിടെ $100 ആയാൽ മാത്രമേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ സെൻഡ് ചെയ്യുള്ളൂ. ഇതാണ് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ.
പിന്നെ എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വർഷത്തെ പൈസ കൂട്ടുകയാണെങ്കിൽ ഒരു 800-900 ആ ഡോളറൊക്കെയാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ വേറൊരു കോളേജൊക്കെ പ്രൊമോഷൻ ചെയ്തു, അങ്ങനെ ഒരു 1.5 ലക്ഷം രൂപ അങ്ങനെ കുറച്ച് എമൗണ്ട് അങ്ങനെ കയറി വന്നു. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഞാൻ എൻ്റെ ചാനലിലൂടെ അങ്ങനെ പ്രൊമോഷനൊന്നും അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ പ്രൊമോഷൻ വീഡിയോസ് അങ്ങനെ കൊടുക്കാറില്ല. പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പേർക്ക് തന്നെ കേസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങളുടെ മെയിലിലേക്ക് അവർ സെൻഡ് ചെയ്യും, ഈ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ, ഈ കോളേജ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ, ഈ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ, പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അവിടെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ നിങ്ങളുടെ രീതിക്ക് തന്നെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. സ്ലോലി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും കൂടി ഇല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മന്ത്ലി ഒരു നല്ലൊരു പേയ്മെൻറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ യൂട്യൂബ് തന്നെ അതിലൊരു ഓപ്ഷൻ പലതും ഓപ്പൺ ആയിട്ടുണ്ട്. അത് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് അതിൻ്റെ ഓപ്ഷൻ ഓപ്പണായിട്ട് വരുന്നത്. യൂട്യൂബിൽ മോണിറ്റൈസേഷൻ എനാബിൾ ചെയ്യാനുള്ള ഫസ്റ്റ് ക്രൈറ്റീരിയ 1000 സബും 4000 വാച്ച് അവറുമാണ്. അത് നിങ്ങൾ ഇടുന്ന നല്ലൊരു കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരുന്നത്, റവന്യൂ സ്കെയിൽ വരുന്നത് ഇപ്പോൾ സൂപ്പർ താങ്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവർ കാണുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങളെ ഡയറക്റ്റ് ഗൂഗിൾ പേ UPI ID യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ്, അത് യൂട്യൂബിൻ്റെ അക്കൗണ്ടിലേക്ക് അവർ ഡയറക്റ്റ് പേയ്മെൻറ്റ് സെൻഡ് ചെയ്യും. അത് സൂപ്പർ താങ്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സോ അതൊരു മെയിനായിട്ടുള്ള സോഴ്സാണ് യൂട്യൂബിലേക്ക് റവന്യൂ വരാനായിട്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ജോയിൻ ബട്ടൺ. എൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൽ ജോയിൻ ബട്ടൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പേയ്മെൻറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളവിടെ ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഡയറക്റ്റ് കിട്ടുന്ന എമൗണ്ടും ഡയറക്റ്റ് യൂട്യൂബിലേക്ക് ആഡ് ചെയ്യുന്ന ശേഷം $100 ആണ സമയത്ത് ആഡ്സെൻസ് അക്കൗണ്ട് ത്രൂ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടും. ഇങ്ങനെയാണ് യൂട്യൂബിൽ നിന്നും പൈസ കിട്ടുന്ന പല ഓപ്ഷനുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉള്ളത്. യൂട്യൂബ് നല്ലൊരു സോഴ്സാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാനായിട്ട്. മെയിനായിട്ടും ശ്രദ്ധിക്കുക, നല്ല കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ കണ്ടൻറ്റ് എടുത്തതിന് ശേഷം, അത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ നിന്നൊക്കെ എടുത്തതിന് ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വരും. 3 സ്ട്രൈക്കാണ് കിട്ടുന്നത്. 3 സ്ട്രൈക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്തു പോകും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ട് കണ്ടൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം നല്ല രീതിക്ക് അപ്ലോഡ് ചെയ്യുക. പിന്നെ യൂട്യൂബിൽ 1000 വ്യൂസിനൊക്കെ എത്ര രൂപ കിട്ടുന്നതെന്ന് പലർക്കും അറിയാനുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. 1000 വ്യൂസൊക്കെ ഇടുകയാണെങ്കിൽ 1000 വ്യൂസ് കിട്ടുന്ന റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ $0.20 തൊട്ട് $0.30 അങ്ങനെയൊക്കെയാണ് അത് കയറുന്നത്. ഇത് ഷോർട്സ് ഒക്കെ ആണെങ്കിൽ തന്നെ അതിലൊരു 10,000 ഷോർട്സ് വ്യൂസൊക്കെ വരികയാണെങ്കിൽ ഒരു $1 അടുപ്പിച്ചൊക്കെയാണ് കിട്ടുന്നത്. അത് ഈവൻ കോപ്പിറൈറ്റ് ഉള്ള സോങ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കിട്ടുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ അതും കിട്ടത്തില്ല. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിടുന്ന വീഡിയോസിന് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടോ, പിന്നെ ആരെങ്കിലും അപ്ലോഡ് ചെയ്ത വീഡിയോസ് ആണോ അപ്ലോഡ് ചെയ്യുന്നത്, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മുടെ ചാനലിലേക്ക് ഇടാനായിട്ട്. ആർക്കും വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം. പിന്നെ കുറച്ച് പേർക്ക് മാത്രമേ ക്ലിക്കാകാൻ ചാൻസ് ഉള്ളൂ. എന്നാൽ ഈ 5 വർഷത്തിനിടയ്ക്ക് പലരും പല ചാനൽസൊക്കെ തുടങ്ങിയതിന് ശേഷം പൂട്ടിപ്പോയിട്ടുണ്ട്. ചിലവരും ക്ലിക്കായി, ചിലവർ ക്ലിക്കാവത്തില്ല. അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലവർക്ക് കൂടുതൽ പൈസ കിട്ടും, ചിലർക്ക് കുറച്ച് പൈസ കിട്ടില്ല. നിങ്ങൾ ഇടുന്ന കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പൈസകൾ കൂടുതൽ ക്ലിക്കായിട്ട് വരുന്നത്. കൂടുതൽ മുന്നോട്ട് കയറി പോകുന്നത് കുക്കിംഗ് ചാനൽസ്, പിന്നെ ആയുർവേദപരമായ മെഡിസിൻസ് ഒക്കെ ചെയ്യുന്ന ചാനൽസൊക്കെയാണ് കൂടുതലും മുന്നോട്ട് ക്ലിക്ക് ചെയ്ത് കയറിപ്പോവും. ഡിപ്പെൻഡാണ് നമ്മളിടുന്ന കണ്ടൻറ്റ് ഏതാണോ അതനുസരിച്ചിട്ടാണ് നമുക്ക് റവന്യൂവും നമ്മുടെ ചാനൽ മുന്നോട്ട് കയറിപ്പോകാനുള്ള അതിൻ്റെ ട്രാഫിക്കും വരുന്നത്. കയ്യിലൊരു നല്ലൊരു ഫോൺ കരുതുക, നല്ലൊരു മൈക്ക് കരുതുക, പിന്നെ സെൽഫി സ്റ്റിക്ക്. ഇത് 3 എക്സ്പെൻസീവായിട്ട് വരുന്നത്. ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ ഔട്ട്ഡോർ പോയി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആൻറ്റി ഷേക്കിംഗ് മോഡ് എനാബിൾ ആയിട്ട് നല്ല രീതിക്ക് കിട്ടുന്ന ക്യാമറ ഫോൺ നോക്കി മാത്രം മേടിക്കുക. അതിനാണ് പിന്നെ എക്സ്ട്രാ ജിമ്പലും അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ഫോൺ വെച്ച് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തതിനോട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്, നല്ല പൈസകളൊക്കെ സമ്പാദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുക. ഇവർ നല്ലൊരു ടൈമിംഗ് ആണ്. ഇപ്പോൾ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങി പലരും വരുന്നുണ്ട്. എല്ലാവർക്കും ഭാഗ്യപരീക്ഷണമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും മുന്നോട്ട് വരിക. എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുള്ളായി വരട്ടെ. എല്ലാവരും യൂട്യൂബിൽ ക്ലിക്കാവട്ടെ.